ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കറികളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നേരെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കുക, എന്നിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ട് എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഉഴുന്നിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി ഇതിലോട്ട് ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള കട്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് തന്നെ അരിയാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം നമ്മൾ ഇത് മാവിൽ ചേർക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ട് അപ്പം ചുട്ടെടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലോട്ട് ചെറിയൊരു പിടി കറിവേപ്പിലയൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാരറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഈ ഉള്ളി ഇതൊക്കെ അങ്ങനെ അങ്ങ് ആ മാവിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുക അല്ലേ. പക്ഷേ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മാത്രം മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ മുളകൊക്കെ ഇടുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇടുക കേട്ടോ. ഇതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ആ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതവിടേക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. എന്നിട്ട് ഇതിലോട്ട് 1/4 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എന്തായാലും ഗോതമ്പ് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി കറികളൊന്നും ഉണ്ടാക്കി സമയം കളയേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്ക്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എനിക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് എനിക്ക് ഏകദേശം 1.5 ഗ്ലാസ് വെള്ളം അത്രയ്ക്ക് ആവശ്യം വന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഗോതമ്പ് പൊടിക്കനുസരിച്ച് ചെറിയൊരു മാറ്റമൊക്കെ വന്നേക്കാം. അപ്പോൾ എന്തായാലും കുറച്ച് വെള്ളം ഒഴിക്കുക. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചങ്ങ് ലൂസാക്കി എടുക്കരുത്. ഒരുപാട് ലൂസായി കഴിഞ്ഞാലും ഒരുപാട് തിക്കായി കഴിഞ്ഞാലും നമുക്ക് ഈ ദോശ ക്ലിയറായിട്ട് ചുട്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളം കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യുക. കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പാകത്തിന് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഒരു മസാല ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അധികം അങ്ങോട്ട് യെല്ലോ കളറൊന്നും കാണില്ല കേട്ടോ. പക്ഷേ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ ആ ഒരു മഞ്ഞൾപ്പൊടി ചേർത്തതിൻ്റെ ആ ഒരു കളർ എന്തായാലും കിട്ടും കേട്ടോ. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി പാൻ ചൂടാക്കി കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് തിന്നായിട്ട് നമുക്ക് ദോശ സാധാരണ ചെയ്തെടുക്കുന്ന അത്ര തിന്നായിട്ട് നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ ചേർത്തതാണ്. എന്നാലും മാക്സിമം ഒന്ന് തിന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു 30 സെക്കൻഡൊക്കെ കഴിയുമ്പോഴേക്കതാ ഈ ഒരു പരുവത്തിൽ കിട്ടുന്നതിന് മുകൾ ഭാഗമൊക്കെ കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യോ ബട്ടറോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആക്കി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായി മുരിഞ്ഞിരിക്കണം എന്നുള്ളവർക്ക് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാവുന്നതാണ്. സോഫ്റ്റായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ പാകത്തിന് കുക്കായി കഴിഞ്ഞാൽ തന്നെ എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം അതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ദോശ പരത്തിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. തീ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്.
വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഉള്ളിയും കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് അത് നമ്മൾ വഴറ്റി ചേർത്തത് കൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ നല്ലൊരു റെസിപ്പി വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.